ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് ഹെൽത്തി ആയി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം ഈയിടെയായിട്ട് ഒരു ക്ലയന്റ് ചോദിക്കുകയുണ്ടായി, ആക്ച്വലി ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്, പക്ഷെ ഇത് എങ്ങനെയാണ് എനിക്ക് വർക്കൗട്ട് ആക്കാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്താണ് ആക്ച്വലി ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് കൺഫ്യൂഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് കുറെ പേർക്കെങ്കിലും ഈ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നോക്കാം. ഫസ്റ്റ് വൺ, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവൈലബിൾ ആകുക എന്നുള്ളത്. അതായത് ഫോൺ കോൾസ് അല്ലെങ്കിൽ അവർ അയക്കുന്ന മെസ്സേജസിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറുതോ വലുതോ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും ആയിക്കൊള്ളട്ടെ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ ലഭിക്കുന്നത് എപ്പോഴും പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിക്കണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമത്, ഈ കമ്മ്യൂണിക്കേഷൻ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാക്സിമം നിങ്ങൾ ഒരു ദിവസം തുടങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ ആ ഒരു ദിവസം അവസാനിക്കുമ്പോഴും അവരുമായിട്ട് ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ സംസാരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു ദിവസം തുടങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ ആ ഒരു ദിവസത്തിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു നെക്സ്റ്റ് ഡേയിലേക്ക് പോകുന്ന സമയത്തും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്നുള്ള ഒരു തോന്നല് അറിയാതെ തന്നെ നിങ്ങൾക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ആ ഒരു കമ്മിറ്റ്മെന്റ് സ്റ്റേജിലേക്ക്, എസ്പെഷ്യലി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ ഒരു 2 ഫോൺ കോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോർണിംഗും നൈറ്റും തന്നെ ഫോൺ ചെയ്യുക. അതല്ല ഇനി മെസ്സേജുമാണ് പോസിബിൾ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായി, അവരുമായി സംസാരിക്കുന്ന സമയത്ത് ഒരു നെക്സ്റ്റ് മീറ്റിംഗ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന റെസ്റ്റോറൻറ്റിൽ പോകണം, അല്ലെങ്കിൽ ഇന്ന പ്ലേസ് നമുക്ക് വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം നമുക്ക് കഴിക്കണം, ഒരുമിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ പ്ലാൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു പ്ലഷർ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല ആ ഒരു മീറ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാര്യവും അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാമാണോ നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള സർപ്രൈസുകൾ കൊടുക്കണം എന്നുള്ളതാണ്. അത് മീറ്റിംഗ് ആയിരിക്കാം, അതായത് അവരെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കാം. ഒരു പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ അവരെ കാണാൻ കഴിഞ്ഞോളണം എന്നില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇന്ന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള സർപ്രൈസ് ഗിഫ്റ്റുകൾ, സർപ്രൈസ് വിസിറ്റുകളൊക്കെ മാക്സിമം കൊടുക്കാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി അവരുടെ ഒരു ലവ് ലാംഗ്വേജ് ഏതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ബെറ്റർ ആയിരിക്കും. ഫൈനലി, ഇമോഷണൽ അറ്റാച്ച്മെന്റ് അത് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ആവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പരസ്പരം പ്രോപ്പറായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ കണക്ട് ആവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സർപ്രൈസ് വിസിറ്റുകളും അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങൾ ക്വാളിറ്റി ടൈം ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള മെമ്മറീസ് ഒക്കെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട എഫേർട്ട്. സോ തീർച്ചയായിട്ടും ഇമോഷണൽ അറ്റാച്ച്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ആവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്
നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും കൃത്യമായിട്ട് ഹെൽത്തി ആയിട്ട് വർക്കൗട്ട് ആക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്